ഇടതുപക്ഷത്തിന്റെ മുനിസിപ്പാലിറ്റിയിലെ ഭരണകർത്താക്കൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. അവർ കുറെ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനങ്ങൾ നടത്തി, കുറച്ച് തറക്കല്ലിട്ടു, അല്ലെങ്കിൽ ഒരു 4 കാല് നാട്ടി, അതവിടെ ഇട്ടു. പെരിന്തൽമണ്ണ നഗരത്തിലെ ജനങ്ങളുടെ ഏറെക്കാലമായുള്ള ഒരു സ്വപ്നമാണ് ഒരു ആയുർവേദ ആശുപത്രി. പഴയ ആയുർവേദ ആശുപത്രി ശോചനീയാവസ്ഥയിലായതോടെ 6 വർഷം മുമ്പാണ് പുതിയ ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. വൻതുകയാണ്, എന്താണ് 2 കോടിക്ക് അപ്പുറം മാറ്റിവെച്ചിട്ടുണ്ടെന്നാണ് ഈ UDF പ്രവർത്തകരിൽ നിന്നും നേതാക്കളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അപ്പൊ 6 വർഷം മുമ്പെന്ന് പറയുമ്പോൾ കഴിഞ്ഞുപോയ LDF കൗൺസിലിന് മുമ്പത്തെ കൗൺസിലിന്റെ കാലത്താണ് ഒരു വലിയ സ്വപ്നമായിട്ട് ഈ പദ്ധതിയുടെ പ്രവർത്തനം നിർമ്മാണ ഉദ്ഘാടനമൊക്കെ നടത്തി. 6 വർഷം കഴിഞ്ഞിട്ടും ഈ ആയുർവേദ ആശുപത്രി ഇവിടം വരെയൊക്കെ ആയിട്ടുള്ളൂ. അതായത് കുറച്ച് പണിയൊക്കെ നിർത്തി ഇങ്ങനെ അങ്ങ് പൊക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ അവർ ഇതിനും ഒരു പ്രാധാന്യം കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ UDF പറയുന്ന ഒരു കാര്യം, UDF പ്രധാന നേതാക്കൾ പറയുന്നത്, പെട്ടെന്ന് ഇന്ന ദിവസം തീർക്കുമെന്നല്ല ഞങ്ങൾ പറയുക, ഒരു 2 വർഷത്തിനുള്ളിൽ ഈ ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുമെന്നാണ്. എല്ലാ സൗകര്യങ്ങളോടു കൂടിയാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇഴഞ്ഞു നീങ്ങുകയല്ല, പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. അപ്പൊ ഈ പെരിന്തൽമണ്ണ നഗരസഭയിൽ ആരോഗ്യ വിഭാഗം അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന നാലകത്ത് ബഷീർ നമ്മോടൊപ്പമുണ്ട്. 2 കോടിക്ക് മുകളിൽ വകയിരുത്തിയൊക്കെ ഫണ്ടൊക്കെ വകയിരുത്തി നിർമ്മാണം തുടങ്ങിയതാണ്. ഇഴഞ്ഞു നീങ്ങിയിരുന്ന അവസാനം ഫുൾ സ്റ്റോപ്പായി. ഇനിയിപ്പോ UDF അധികാരത്തിൽ വന്നാൽ അതൊക്കെ പൂർത്തീകരിക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ജനങ്ങൾക്കും ഒരു പ്രതീക്ഷയുണ്ട്. അവിടെ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയില്ലേ? ഞങ്ങൾ പരമാവധി നേരത്തെ പൂർത്തിയാക്കും, യാതൊരു സംശയം ആ കാര്യത്തിലില്ല. പക്ഷെ ഇടതുപക്ഷത്തിന്റെ ഒരു നിലപാട് എന്താന്ന് പറഞ്ഞാൽ, അവർ വലിയ ഫണ്ടൊക്കെ അനുവദിക്കും, വലിയ കൊട്ടിഘോഷിച്ചിട്ട് വലിയ പ്രോഗ്രാമുകളൊക്കെ തുടങ്ങും, പിന്നെ അത് വഴിക്ക് അവിടെ ഇടും, പിന്നെ അത് പൂർത്തിയാക്കില്ല. നമ്മൾ ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്, ടു ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്. തുടക്കത്തിൽ തന്നെ അതിന്റെ ഒടുക്കം എന്തായിരിക്കണം എന്നതിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവണം. UDF അധികാരത്തിൽ വന്നതിന് ശേഷം ആ കാഴ്ചപ്പാടോടുകൂടെ ഞങ്ങൾ പോകുന്നത്. ഇത് തുടങ്ങുമ്പോൾ അതിന്റെ ഒടുക്കം എന്തായിരിക്കണം എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഇടതുപക്ഷത്തിന്റെ മുനിസിപ്പാലിറ്റിയിലെ ഭരണകർത്താക്കൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. അവർ കുറെ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനങ്ങൾ നടത്തി, കുറച്ച് തറക്കല്ലിട്ടു, അല്ലെങ്കിൽ ഒരു 4 കാല് നാട്ടി, അതവിടെ ഇട്ടു. അവരുടെ ഭരണമാണെങ്കിൽ ഇത് ഒരു 5 വർഷം കൊണ്ടും പൂർത്തിയാവില്ല എന്നുള്ള 100% ഞങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷെ ഇത് എങ്ങനെ പോയാലും ശരി, ഇല്ലാത്ത ഫണ്ടുകൾ ഞങ്ങൾ കൊണ്ടുവന്ന് ഒരു പരമാവധി 2 വർഷത്തിനുള്ളിലെങ്കിലും ഞങ്ങളത് പൂർത്തിയാക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. മാത്രമല്ല, ഇപ്പൊ താൽക്കാലികമായി നടക്കുന്ന ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. ആയുർവേദ ഹോസ്പിറ്റലിൽ പാവപ്പെട്ട രോഗികൾക്ക് കയറിയിരിക്കാനും പറ്റാത്തൊരു സൗകര്യമുണ്ട്. ഒരു സൗകര്യമില്ലാത്ത ഒരാളെ താൽക്കാലികമായിട്ട് അവിടെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി മറ്റു ഫണ്ടുകൾ അടക്കം ഡൈവേർട്ട് ചെയ്തുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞങ്ങൾ അവിടെ ഇപ്പോൾ ഉള്ള താൽക്കാലിക ആയുർവേദ ഹോസ്പിറ്റലിൽ തന്നെ രോഗികൾക്ക് വരാനും, പാവപ്പെട്ട വളരെ പ്രായം ചെന്ന രോഗികൾക്ക് വന്ന് ഇരിക്കാനും, അതേപോലെ അവരെ ചികിത്സിക്കാനും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ പെട്ടെന്ന് ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. ക്രമേണ മറ്റു പ്ലാൻ ഫണ്ട് ഉൾപ്പെടെയുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു 2 വർഷത്തിനുള്ളിൽ, 2 വർഷം ഞങ്ങൾ കൂടുതൽ പറയുന്നതാണ്, അതിന്റെ ഇടയ്ക്ക് തന്നെ അതിന്റെ പണി ഞങ്ങൾ പൂർത്തിയാക്കും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരിങ്ങനെ തുടക്കം, ഇൻഡോർ മാർക്കറ്റ് കണ്ടോ, വെറുതെ 4 കാല് നാട്ടി, ഇലക്ഷൻ വന്നപ്പോൾ വീണ്ടും 4 കാല് നാട്ടി, ഒന്നും എവിടെ എത്തുന്നില്ല. ഒരു തുടങ്ങുമ്പോൾ അത് ഇത്ര കാലം കൊണ്ട് നമുക്ക് തീർക്കാൻ കഴിയും എന്നുള്ള ഒരു ചിന്ത അവർക്ക് ഉണ്ടാവണം. ഞങ്ങൾ കോൺട്രാക്ടർമാരെ വിളിച്ച് പറയുന്നത്, നിങ്ങൾക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കാൻ കഴിയില്ലെങ്കിൽ പണിയെടുക്കണ്ട എന്നാണ്. ആ രീതിയിൽ വ്യക്തമായ ടൈം ബൗണ്ടോടുകൂടെ തന്നെയാണ് ഞങ്ങൾ ഈ ഓരോ വികസന പ്രവർത്തനങ്ങളും നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ തന്നെ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിന്റെ പണിയും വളരെ ഭംഗിയായി തന്നെ നടത്താൻ ഞങ്ങൾക്ക് കഴിയും. ആ രീതിയിലുള്ള ഒരു ഭരണസമിതിയാണ് ഇവിടെയുള്ളത്. ഇവിടെ ഫണ്ടില്ലെങ്കിൽ ഫണ്ടുള്ള സ്ഥലത്ത് ഞങ്ങൾ കൊണ്ടുവരും. ഇപ്പൊ ഇന്ന് ഞങ്ങളോട് ഞാൻ സംസാരിച്ചിരുന്നു. മാർക്കറ്റിനകത്തുള്ള ഒരു വലിയൊരു പ്രൊജക്റ്റാണ്. ആ പ്രൊജക്ട് MLA സംസാരിച്ചപ്പോൾ ആ പ്രൊജക്ട് നമുക്ക് കാണാം. അത് പെരിന്തൽമണ്ണയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പ്രൊജക്റ്റ് ആണെന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് ഫണ്ട് ഇല്ലെങ്കിൽ ഫണ്ട് ഞാൻ കൊണ്ടുതരും എന്നാണ് MLA പറഞ്ഞത്. അങ്ങനെ അത്രയും ശക്തമായി നമ്മളെ കൂടെ നിൽക്കുന്ന MLA ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് പറയാൻ കഴിയും, സമയബന്ധിതമായി ഞങ്ങൾ ഓരോ വികസന പ്രവർത്തനങ്ങളും നടത്തും, ഒരു സംശയവും വേണ്ട. ഇവിടെ കിടത്തി ചികിത്സയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബിൽഡിങ്ങിന്റെ പണി കണ്ടാൽ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇതിന്റെ നിർമ്മാണം നടന്നു വരുന്നത്. പക്ഷെ ഇപ്പൊ നിർമ്മാണമൊന്നുമില്ല. അതങ്ങനെ എന്താ പറയാ, ചില ആളുകൾ തമാശയ്ക്ക് പറയാറില്ലേ, നോക്കുകുത്തി പോലെ എന്നൊക്കെ, അതുപോലെ ആയ അവസ്ഥയിലാണ് ഇപ്പോൾ ആയുർവേദ ആശുപത്രി കെട്ടിടം.
ഇതെന്തെങ്കിലുമൊക്കെ നിർമ്മിച്ച് നാടിനെ സമർപ്പിക്കുമെന്ന പ്രതീക്ഷ ഉള്ളത് നാട്ടുകാർക്കാണ്. കാരണം ഇത് ഏറ്റവും മനോഹരമായ ഒരു ആയുർവേദ ആശുപത്രി ഈ പെരിന്തൽമണ്ണയിൽ വന്നാൽ നാട്ടുകാർക്കാണ് ഇത് ഗുണം ചെയ്യുക. അപ്പോൾ ഇപ്പോഴത്തെ UDF ഭരണസമിതി ഇക്കാര്യത്തിൽ എന്തായാലും നല്ലൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. 2 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുമെന്നും അവർ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 6 വർഷം മുമ്പ് തുടങ്ങി വെച്ച ഒരു നിർമ്മാണ പ്രവൃത്തിയാണ് ഇപ്പോഴും എങ്ങും എത്താതെ ഇങ്ങനെ തന്നെ കിടക്കുന്നത്. അതൊന്ന് പ്രേക്ഷകരെ അറിയിക്കലായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. ജനുവരി 16 മുതൽ എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതൽ രാത്രി 10 മണി വരെ, ഫെബ്രുവരി 16 വരെ മാത്രം. മറൈൻ ആൻഡ് മിറാക്കിൾ റോബോട്ട് ഷോസ്, ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിന് സമീപം, വാറൻകോട്, മലപ്പുറം.